ഈ ശരീരത്തിന് യാതൊരു മഹത്വമില്ലെന്നാണോ മാധവ? നിശ്ചയമായും മഹത്വമുണ്ട് പാർത്ഥ. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെയാണ് മനുഷ്യന് പരമാത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നത്. മൃത്യുവിനും പുതിയ ജനനത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ആത്മാവിന്റെ ജ്ഞാനത്തിൽ വൃദ്ധിയുണ്ടാകുന്നതായിരിക്കില്ല. ഈ ജന്മത്തിൽ പ്രാപ്തമാക്കിയ അനുഭവങ്ങളും ജ്ഞാനവും വിചാരവും അഭ്യാസവും ഒക്കെ വഹിച്ചുകൊണ്ട് ആത്മാവ് പുതിയൊരു ശരീരം ധരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന്റെ പുരോഗതിയും അധോഗതിയും ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രമേ സംഭവ്യമാകൂ. അങ്ങനെയാണെങ്കിൽ മാധവ, ഇവിടെ ഉപവിഷ്ടരായ എല്ലാ വ്യക്തികളെയും വധിച്ചുകൊണ്ട് അവർക്ക് ധർമ്മമാർഗത്തിലേക്ക് വരുവാനുള്ള അവസരം നാം നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? നിന്റെ ശത്രുക്കൾ ധർമ്മത്തിന്റെ മര്യാദകളെല്ലാം ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ. അധർമ്മം അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഉന്നതി ഇനി സംഭവ്യമാകുന്ന കാര്യമല്ല. അപരാധികൾക്കൊരു പരിധിവരെ മാത്രമേ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം പ്രദാനം ചെയ്യുകയുള്ളൂ. നാം അന്ത്യം വരെ ശിശുപാലന്റെ 99 അപരാധങ്ങളും ക്ഷമിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ 100 അപരാധങ്ങൾ ചെയ്തതിന് ശേഷം അവന് ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായി. അപരാധികളെ കൂടുതൽ അപരാധം പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അവന്റെ പതനം ആ അപരാധത്തെക്കാൾ എത്രയോ വലുതായിരിക്കും.